ഹായ് കൂട്ടുകാരേ, വായോ. നല്ല അയില കിട്ടീൻ്റെ. അപ്പം അത് ഒന്ന് മുളക് ചാറ് വയ്ക്കാമെന്ന് വെച്ചു. ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം, വായോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ അയിലേനെയൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെയ്യണത് കുടപ്പുളിയിട്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തിളപ്പിക്കുകയാണ്. ഒരു 6-7 ചോളം നല്ല വലിയ ചോളം തന്നെ എടുത്തിട്ടുണ്ട് കുടപ്പുളിയിട്ടാ. അത് നല്ലോണം വെള്ളത്തിലിട്ടിട്ട് അങ്ങോട്ട് നല്ലോണം തിളപ്പിച്ചു. ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കണത്. അപ്പോൾ അതങ്ങോട്ട് തിളപ്പിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ വെക്കുക. ഞാൻ ചട്ടിയിലൊന്നും ഇട്ടിട്ട് കടുക് പൊട്ടിക്കില്ല എന്ന് വെച്ചാൽ എൻ്റെ ചട്ടിയൊക്കെ അടി പൊട്ടി ചിന്നി തോറ്റു. അത് കാരണം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെ പൊട്ടിച്ചാൽ കലം വിൽക്കണവർ പറഞ്ഞതാ അതിൽ പൊട്ടിക്കരുത്, അപ്പോൾ കലത്തിൻ്റെ അടി ചിന്നുന്നു. അത് കാരണം ഞാനിപ്പോൾ ഫ്രൈ പാനിലാണ് ഈ വക ചെയ്യില്ലെന്നിട്ട് പിന്നെ ചട്ടിയിലേക്ക് ആക്കുള്ളൂ. അപ്പോൾ ഫ്രൈ പാൻ വെച്ചു, വെളിച്ചെണ്ണ നല്ലോണം തിളച്ചു. അതിലേക്ക് ആദ്യം നേരം കടുക് ഇട്ടു, അത് പൊട്ടി. പിന്നെ നമ്മുടെ ഉലുവ ഇട്ടു, അതും പൊട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇത് മാത്രമേ ഇടണുള്ളൂ, വേപ്പലയും അതും ഇട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം പിന്നെ ഇടുന്നത് മുളക് പൊടി. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരിയും കുറച്ചിട്ടുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ നല്ലോണം മൊരിയുമ്പോൾ എന്തൊഴിക്കണം, പിന്നെ നമ്മുടെ ഈ പുളിവെള്ളം അങ്ങോട്ട് എടുത്തിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് മീൻ അങ്ങോട്ട് ഇട്ടിട്ട് അത് അവിടെ കിടന്നിട്ട് അങ്ങോട്ട് വേവട്ടെ. നല്ലോണം വെന്ത് സിമ്മിൽ വലിയ ഹൈ വോളിയത്തിൽ ഇടണ്ട കേട്ടോ. തീയെ ഒരു വിധം കുറച്ചിട്ട് അതിൽ കിടന്നിട്ട് ആ മീൻ അങ്ങോട്ട് ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് അങ്ങോട്ട് വേവട്ടെ. വെന്ത് ആ ചാറൊക്കെ കുറുകി നന്നായി വരുമ്പോൾ അവനെ അങ്ങോട്ട് മാറ്റി വെച്ചോട്ടെ. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള ചാറ് ഓവർ ആവണ്ട, ഒരു കുറുതായി വരുമ്പോൾ ചാറ് അങ്ങോട്ട് നല്ല ഒരു ഇതായി വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു പാകം. അങ്ങോട്ട് ഇറക്കി വെച്ചോ. ഉപ്പും പുളിയൊക്കെ നല്ലോണം നോക്കണം കേട്ടോ. പുളി കൂടുതലാണെങ്കിൽ അതിന് 2 ചോളം പുളി അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചോ. എന്നിട്ട് കുത്തി ഇളക്കാനൊന്നും നിൽക്കണ്ട, ഓടയും മീനിട്ടാ. അപ്പം നമ്മൾ വെറുതെ ചട്ടി ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ചീറ്റിച്ച് അതിൻ്റെ ചാറൊക്കെ പാകമായിട്ട് വരുമ്പോൾ മാറ്റി വെച്ചോ. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ, കേടും വരില്ല, നമുക്ക് പണി എളുപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, സൂപ്പറാണ്. അപ്പോൾ എന്നെയും എൻ്റെ അയില കൂട്ടാനൊക്കെ ഇഷ്ടമായിങ്ങ ഷെയർ ചെയ്യുക മക്കളെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.